വെറൈറ്റീസ്. ഇപ്പൊ ചക്കയൊക്കെ തീരാനായില്ലേ, അതുകൊണ്ട് ചക്ക കൊണ്ട് ഒരു വെറൈറ്റി ഫുഡാണ്, വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഇത് നമ്മളെ പറമ്പിലുണ്ടായ ചക്കയാണ്. മൂത്ത ചക്കനെ ഞാൻ വെട്ടിയിട്ട് അതിൻ്റെ ചവണിയും കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച് പ്ലേറ്റിലാക്കി വെച്ചാണിത്. അപ്പോൾ ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് ഒരു കടായി പാത്രത്തിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഒന്ന് വാട്ടിയെടുക്കാനാണ്. വാട്ടിയെടുത്താൽ അത് ചക്കൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഇനി വാട്ടാതെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഉത്തമമുള്ളത്. ജസ്റ്റ് ഒന്നൊരു 2 മിനിറ്റ് ഒന്ന് ചൂടായ എണ്ണയിലൊന്ന് ഹൈ ചൂടിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. എന്നിട്ടത് ആ ചക്ക കോരി കണ്ടെടുക്കുക. മൂത്ത ചക്കയാണ് ഉത്തമം. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വേണം. ഉള്ളി, ഒരു വലിയ ഉള്ളിയും, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു അര പണ വെളുത്തുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു വലിയ ഉള്ളി ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞാണത്. ഇനി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ആ തക്കാളിയും കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്നിട്ട് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് വെള്ളം കൂട്ടാതെയാണ് അടിച്ചിട്ടുള്ളത്. അത് മാറ്റി വെക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ചക്ക വാട്ടിയ അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഈ വലിയ ഉള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട്. അതിലേക്കൊരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി എരിവ് കൂട്ടണമെങ്കിൽ കുറച്ച് കൂട്ടാം. പിന്നെ ആ മിക്സ് അതിലേക്ക് ഇടുന്ന് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ചിട്ടുള്ളതാണ്. നല്ലോണം അങ്ങോട്ട് ഹൈ ചൂടിൽ തന്നെ ഇപ്പോൾ വെച്ചാൽ മതി. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ഇടുക. പുതിന ഇല ഇടണ്ട. നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കുക. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടുക. ഒരു 1/2 സ്പൂണിനെക്കാട്ടും കുറച്ച്, ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത്. അധികം മഞ്ഞൾപ്പൊടി ആയി കഴിഞ്ഞാൽ മഞ്ഞളുടെ ചുവ വരും. പിന്നെ ഒരു 3/4 സ്പൂണ് കാശ്മീർ ചുവന്ന മുളക് പൊടി അതിടുക. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇടുക. ഒരു സ്വല്പം കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് വാട്ടുക. അതിൽ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് ആദ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കംപ്ലീറ്റ് മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ വേണ്ടി വെക്കുക. ഇനി ഒരു കോഴിമുട്ട ഞാൻ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂണ് ബ്രെഡ് പൗഡർ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. ബ്രെഡ് പൗഡർ തന്നെ വേണം. നല്ലോണം മിക്സ് ചെയ്യുക. ഒരു 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇതിലേക്ക് ഒരു ബൗളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബ്രെഡ് പൗഡർ അതിലേക്ക് ഇടുക. പിന്നെ നമ്മുടെ കോഴിമുട്ട മിക്സ് ചെയ്ത് അതിലേക്ക് ഇടണം. ഉപ്പ് സ്വല്പം ഇടുക. കോഴിമുട്ടയിൽ കുറച്ച് ബ്രെഡ് പൗഡർ ഒഴിക്കുന്നു, അതും അതിലേക്ക് ഇടുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇങ്ങനെ നല്ലോണം. ഉപ്പ് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ച മണം ഉണ്ടാവും ഈ മസാലക്ക്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് അധികം ലൂസായി പോകരുത്. ഈ ഒരു പരുവത്തിൽ മതി. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി മാത്രം. അതുപോലെ ഒരു സ്വല്പം ഗരം മസാലൻ്റെ പൊടി അതിലേക്ക് ഇടുക. എന്നിട്ട് അടച്ച് വെക്കുക. ഇനി നമ്മുടെ ചക്കയിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ മസാല അങ്ങോട്ട് കംപ്ലീറ്റ് കുഴച്ച് വെക്കുക. 2-3 തവണയായിട്ട് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. ജസ്റ്റ് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കിട്ടിയാൽ മതി. എല്ലാം അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മളിത് ജസ്റ്റ് ഇതിലേക്ക് മുക്കുക. ഇനി എണ്ണയിലിട്ട് പൊരിക്കുക. ഇതാണ് നമ്മളത്. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഹൈ ചൂടിൽ, ഇത് വേറൊന്ന് പൊരിച്ചിട്ടുള്ള ഒരു എണ്ണൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിലേക്ക് ഇതങ്ങനെ ഇടുക. ഹൈ ചൂടിൽ തന്നെ ഇത് വെക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ആയിക്കേണ്ട ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ അത് കംപ്ലീറ്റ് ഒന്ന് മറിച്ചിടുക. ഇതേപോലെ മറിച്ചിടുക. ഇനി ആ ഭാഗം മുരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഇടാം. ഇനി ഒരു അടുപ്പ് ഒന്ന് കുറഞ്ഞ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി
ഇപ്പോൾ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കണ്ടിട്ട് കോരി എടുക്കുകയാണ്. ഇത് വെറുതെ കഴിക്കാൻ നമുക്ക് ചക്കയാണെന്നൊന്നും ആരും പറയില്ല കഴിക്കുന്ന സമയത്ത്. അത്രയും സൂപ്പർ ടേസ്റ്റാണ്. കെച്ചപ്പ് വേണേൽ കൂട്ടി കഴിക്കുക, കെച്ചപ്പ് ഇല്ലാണ്ട് തന്നെ വെറുതെ കഴിക്കുക. ഒരുപാട് ചക്ക വിഭവങ്ങൾ നമ്മളുടെ ചാനലുണ്ട്, അതൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.